സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതവും സുഗമവുമാക്കുന്നതിന് ഒമാനും ഇറാനും ഉന്നതതല ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളിലെയും ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിമാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതായി ഒമാൻ ന്യൂസ് ഏജൻസിയാണ് അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാരം സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിൽ പുതിയ നയതന്ത്ര പ്രോട്ടോകോളിന്റെ കരട് രൂപീകരിക്കുന്നതിനായി ചർച്ച നടന്നുവരികയാണ്. കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഒമാനും ഇറാനും സംയുക്തമായി നിരീക്ഷിക്കാനും ഏകോപിപ്പിക്കാനുമാണ് ഈ പ്രോട്ടോകോൾ വിഭാവനം ചെയ്യുന്നത്. സമുദ്ര സുരക്ഷയും സുഗമമായ കപ്പൽ ഗതാഗതവും സാധ്യമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ചയായി. മസ്കറ്റിൽ നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വെല്ലുവിളികളും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയായി. ഇരുപക്ഷവും മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ പഠനവിധേയമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുന്നത് ആഗോള വിപണിയെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾക്ക് പ്രാധാന്യമേറുന്നത്. ഫെബ്രുവരി 28 മുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടിരുന്നു. പ്രോട്ടോകോൾ നീക്കം കപ്പലുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനല്ലെന്നും മറിച്ച് മികച്ച സേവനങ്ങൾ, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനാണെന്നും ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 4 നടന്ന ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിതല ചർച്ചയിൽ ഇരു രാജ്യങ്ങളിലെയും വിദഗ്ധർ പങ്കെടുത്തതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാനുള്ള പ്രായോഗികമായ വഴികൾ കണ്ടെത്താനാണ് ചർച്ചകൾ ഊന്നൽ നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗതാഗതം സുഗമമാക്കാൻ വിദഗ്ധർ സമർപ്പിച്ച വിവിധ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പഠനവിധേയമാക്കും. അതേസമയം കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാരം നിയന്ത്രിക്കുന്നതിനായി ഒരു കരട് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ ഇറാൻ നീങ്ങുന്നതായി റിപ്പോർട്ട്. ഒമാനുമായി ചേർന്ന ഒരു സംയുക്ത ചട്ടക്കൂട് രൂപീകരിച്ച സമുദ്ര ഗതാഗതം കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇറാൻ കർശന നിയന്ത്രണങ്ങളോടെ വളരെ കുറഞ്ഞ എണ്ണക്കപ്പലുകളെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ആയിരക്കണക്കിന് കപ്പലുകൾ ഇന്നും അനുമതിക്കായി കാത്തുകിടക്കുകയാണ്. ഒമാനും ഇറാനും ചർച്ചകൾ നടത്തുമ്പോഴും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അയവില്ലാതെ തുടരുകയാണ്. ചൊവ്വാഴ്ചയ്ക്കകം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു. അത്യന്തം പ്രകോപനപരവും അസഭ്യം നിറഞ്ഞതുമായ ഭാഷയിലാണ് ട്രംപ് ഇറാനെതിരെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാൻ നരകമായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങളിൽ ഇറാനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകളെ ട്രംപ് തള്ളി. ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻ ജനത ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് യുദ്ധക്കുറ്റമാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പൈലറ്റിനെ ഇറാൻ മണ്ണിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം ഘടിപ്പിച്ചത്. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഇറാന്റെ UN മിഷൻ അമേരിക്കൻ ആക്രമണങ്ങളെ യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. US-നെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രായേലിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസവും ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. തിങ്കളാഴ്ചയ്ക്കകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് അസഭ്യവർഷവും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.